CPM-ൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രതിസന്ധി മറികടക്കുന്നതിന് പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നും ഇപ്പോൾ ചർച്ചയാകുന്നില്ല എന്നതാണ് സത്യം. ഇപ്പോൾ ആകെയുള്ള ഒരു വിഷയം, പുതിയ പുതിയ വിഷയങ്ങൾ കടന്നു വരുന്നു, അത് മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു. MV ജയരാജൻ വരുന്നു, പുറകെ P ജയരാജൻ വരുന്നു, MA ബേബി വരുന്നു, ആകെ പ്രശ്നം. പക്ഷേ ഇതിനെയൊക്കെ ഒന്ന് മറികടക്കണമെങ്കിൽ സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ പറ്റൂ. അതിനാണ് ഇപ്പോൾ MV ഗോവിന്ദൻ തയ്യാറായിരിക്കുന്നത്. ഈ ഓഹരി ഇടപാടുമായി ബന്ധപ്പെട്ട്, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഓഹരി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് വലിയ ആരോപണങ്ങളുമായിട്ട് ഇപ്പോൾ MV ഗോവിന്ദൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഓഹരി കൈമാറ്റം സംബന്ധിച്ച് VD സതീശന് മുൻകൂർ അറിവ് ഉണ്ടായിരുന്നു എന്നാണ് MV ഗോവിന്ദൻ മാഷ് പറയുന്നത്. മുഖ്യമന്ത്രി കള്ളക്കളി തുടരുകയാണ്. സതീശന് എല്ലാം മുൻകൂട്ടി അറിയാമായിരുന്നു. മംഗലാപുരം യാത്രയുടെ ലക്ഷ്യം ഇതായിരുന്നു. സർക്കാർ അറിയാതെയാണെങ്കിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കും എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം എന്നും ഗോവിന്ദൻ പറയുന്നു. അദാനി ഡീലും മുഖ്യമന്ത്രിയുടെ മംഗലാപുരം യാത്രയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പ്രതികരിക്കണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം വിദേശ നിക്ഷേപത്തെക്കുറിച്ചുള്ള ദേശാഭിമാനിയിലെ വാർത്ത തള്ളിയ ഗോവിന്ദൻ ദേശാഭിമാനിയിൽ അല്ല ആദ്യം വാർത്ത വന്നത് എന്നും കൂട്ടിച്ചേർത്തു. ദേശാഭിമാനിയിൽ വന്ന വാർത്ത ഈ ഒരു ഓഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് അത് ഗോവിന്ദനും പിണറായി വിജയനും ഒക്കെ പറഞ്ഞതിന് കടകവിരുദ്ധമാണ്. അത് മുഖ്യമന്ത്രി VD സതീശൻ ആ വാർത്ത ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇത് ഒന്നും ഇല്ലാതെ, നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ, സർക്കാരിനെതിരെ ഒന്നും പറയാനില്ലാതെ വന്നപ്പോൾ, സർക്കാരിനെതിരെ പ്രത്യേകിച്ച് തെളിവുകളൊന്നും ഇല്ലാതെ വന്നപ്പോൾ ദേശാഭിമാനിയിലല്ല ആദ്യം വാർത്ത വന്നത് എന്ന് പറഞ്ഞ് തടിയുരുകയാണ് ഗോവിന്ദൻ ചെയ്യുന്നത്. അങ്ങനെ തടിയുരിയിട്ട് കാര്യമുണ്ടോ? ആദ്യം വാർത്ത ഏതിൽ വന്നു എന്നുള്ളതല്ലല്ലോ, ആ വാർത്ത ദേശാഭിമാനിയിൽ വന്നു എന്നുള്ളതല്ലേ. മനോരമയിലായിരിക്കും ആദ്യം വന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാധ്യമത്തിലായിരിക്കും വന്നത്. അത് തന്നെ ദേശാഭിമാനി കൊടുക്കേണ്ട കാര്യമുണ്ടോ? ദേശാഭിമാനിക്ക് ആ വാർത്ത നേരെ കടകവിരുദ്ധമായി കൊടുക്കാം? ചെയ്തില്ലല്ലോ. കാരണം ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ പുത്തലത്ത് ദിനേശനാണ്. അദ്ദേഹത്തിന് പിണറായിയോടും അല്ലെങ്കിൽ MV ഗോവിന്ദനോടും അല്പം ചുരുക്കുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇവരെ ഖണ്ഡിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇവർക്കിട്ട് ഒരു കുഞ്ഞു പണി കൊടുക്കണമെങ്കിൽ ദേശാഭിമാനി ഇങ്ങനെയല്ല, എൻ്റെ ദേശാഭിമാനി ഇങ്ങനെയല്ല എന്ന് ഗോവിന്ദൻ നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ, ഇദ്ദേഹം മംഗലാപുരത്ത് പോയ കാര്യങ്ങളും അല്ലെങ്കിൽ നേരത്തെയുള്ള ഡീലെ കാര്യങ്ങൾ, ഒരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ ഈ കാടും പടലും അടച്ച് വെടിവെച്ചിട്ട്, അല്ലെങ്കിൽ കാടടച്ച് വെടിവെച്ചിട്ട് കാര്യമില്ല. കൃത്യമായ ഡേറ്റ, കൃത്യമായ കണക്കുകൾ സഹിതം, അല്ലെങ്കിൽ കൃത്യമായ തെളിവുകൾ സഹിതം അത് ഉന്നയിക്കണം. അത് MV ഗോവിന്ദന് കഴിയുന്നില്ല. പാർട്ടിയിലെ പ്രശ്നങ്ങൾ മറികടക്കുന്നതിനായിട്ട്, അല്ലെങ്കിൽ പാർട്ടിയിലെ പ്രശ്നങ്ങൾ മൂടിവെക്കുന്നതിനായിട്ട്, മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യാതിരിക്കുന്നതിനായിട്ട് പ്രാധാന്യം ഉള്ള മറ്റു വിഷയങ്ങളിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പണ്ടേ CPM-ന്റെ ഒരു രീതിയാണ്. പണ്ട് എന്തെങ്കിലും ഒരു CPM-ന് ഏതെങ്കിലും തരത്തിൽ എതിരായ എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോൾ അതിനപ്പുറത്ത് വേറെ എന്തെങ്കിലും ഒരു വാർത്ത സൃഷ്ടിച്ച് ആ വാർത്ത ചർച്ചയാക്കും. പണ്ട് കാലത്ത് കണ്ണൂരിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളായിരുന്നു ഇതിനൊരു മാർഗമായിട്ട് CPM കണ്ടിരുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ BJP-കാരനെ ആരെ കൊണ്ടെങ്കിലും കൊല്ലിക്കും, അല്ലെ തല്ലിക്കും. ഉടനെ അത് വാർത്തയായി. ഇവിടെ ഇവരുടെ കയ്യിരിക്കുന്ന കാര്യങ്ങൾ പിന്നെ ചർച്ചയാകില്ല. അതിൻ്റെ മറ്റൊരു ഒരു വേർഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു മുഖമാണ് സത്യം പറഞ്ഞാൽ CPM ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ഡീല് ഒന്നുമല്ല. കൃത്യമായ ഓഹരി നിക്ഷേപത്തിൻ്റെ നിയമസാധുതകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഒരു ഓഹരി കൈമാറ്റവും അതുമായി ബന്ധപ്പെട്ട കൃത്യമായ കണക്കുകൾ വ്യക്തമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അത് ബോധ്യപ്പെടുത്തിക്കൊണ്ട്, അത്തരത്തിൽ ബിസിനസ് ആകുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിലൊക്കെ ഇടപെടേണ്ടി വരും. ഈ വിഴിഞ്ഞം എന്ന് പറയുന്ന 6000 കോടി രൂപയുടെ ഉമ്മൻചാണ്ടി നടത്തുന്ന കൊള്ളയാണെന്ന്, കടൽ കൊള്ളയാണെന്ന് പറഞ്ഞ് വാർത്ത നൽകിയവരാണ് ദേശാഭിമാനിക്കാർ. അന്നും CPM-കാരല്ല ഇത് തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് അദാനി മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ് വാസവൻ പ്രസംഗിക്കുന്നത് ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ കാണാം. ഇത് നിലപാടില്ലായ്മയാണ്, വ്യക്തതയില്ലായ്മയാണ്, ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തലാണ് എന്നുള്ള കാര്യം ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാകും. നമ്മൾ ആരുടെയും പക്ഷം പിടിച്ച് പറയുകയല്ല, രാഷ്ട്രീയ പക്ഷം പിടിക്കുകയല്ല. പക്ഷേ ഒരു യാഥാർത്ഥ്യബോധത്തോടെ ഒരു വിഷയത്തെ സമീപിക്കാൻ CPM-നോ CPM-ന്റെ പാർട്ടി സെക്രട്ടറിക്കോ പ്രതിപക്ഷ നേതാവിനോ ഒന്നും കഴിയുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്.